ഒരുപാട് പ്ലാനും പദ്ധതികൾക്ക് ശേഷം ഞങ്ങൾ കസാഖ്സ്ഥാനിലേക്ക് പോകാൻ തീരുമാനിച്ചു. ആൻഡ് ഓഫ് കോഴ്സ് അബുദാബിയിൽ നിന്നാണ് ട്രിപ്പ്. ആൻഡ് ഇറ്റ്സ് ഗോണ ബി വിത്ത് വിസ് എയർ. ഞാൻ സുമായ, എൻ്റെ കൂടെ ആമി, എൻ്റെ പാർട്ട്ണർ ഇൻ ക്രൈം. ചെക്കിനും എമിഗ്രേഷനും ഫുഡ് അടിയും കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഞങ്ങളുടെ ഗേറ്റിലേക്ക് വെച്ച് പിടിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഹോൾ ട്രിപ്പ് ഞങ്ങൾ പ്ലാൻ ചെയ്തത് ഞങ്ങളുടെ ഫസ്റ്റ് സ്നോ എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സ്നോഫാൾ കാണണം എന്നൊക്കെയുള്ള ഫുൾ പ്ലാനിലാണ് ഞങ്ങൾ കസാഖ്സ്ഥാനിലേക്ക് പോകുന്നത്. അവിടെ ഇപ്പോൾ കറൻ്റ്ലി ദ വെദർ ഇസ് അമേസിങ്. നല്ല ലോ ടെമ്പറേച്ചർ. ഞങ്ങൾ Jan 28-നാണ് ട്രിപ്പ് തിരിക്കുന്നത്. സോ ഇറ്റ്സ് ഗോണ ബി എക്സ്ട്രീംലി കോൾഡ് ദെയർ. വിൻ്റർ സീസണാണ്. ഞങ്ങൾ വിസ് എയറിലാണ് ഓഫ് കോഴ്സ് ട്രാവൽ ചെയ്തത്. ആൻഡ് കസാഖ്സ്ഥാൻ ഇസ് എ പ്ലേസ് വെയർ വി ക്യാൻ ഗോ ആൻഡ് സ്റ്റേ ദെയർ വിതൗട്ട് വിസ ഫോർ 30 days. ഓക്കെ, വിസ ഓൺ അറൈവൽ പോലും അല്ല. യു ക്യാൻ സ്റ്റേ ദെയർ. They will stamp you. You can go inside and stay in the country for 30 days. ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ അവിടുത്തെ വെതർ നമുക്ക് ഓൾറെഡി എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. നല്ല തണുപ്പായിരുന്നു. ഇവിടെ എയർപോർട്ടിൻ്റെ ഉള്ളിൽ ദെർ വാസ് എ വാംത്ത്. ഐ തിങ്ക് ദേ വർ യൂസിങ് എന്തെങ്കിലും ഹീറ്റർ പോലെ എന്തെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടാവും. ബിക്കോസ് ഇൻസൈഡ് നല്ല വാംത്ത് ഉണ്ടായിരുന്നു. ഞങ്ങൾ നേരെ ഇമിഗ്രേഷൻ പ്രോസസ്സൊക്കെ കഴിഞ്ഞ് ഡയറക്റ്റ്ലി ഫസ്റ്റ് തിങ് ഞങ്ങൾ ചെയ്യാൻ പോയത് സിം കാർഡ് എടുക്കുക എന്നുള്ളതാണ്. സിം കാർഡ് വിത്ത് എ ലോട്ട് ഓഫ് ഡേറ്റ. അവിടെ വെച്ച് ഞങ്ങൾ കുറച്ച് മലയാളികളെ പരിചയപ്പെട്ടു. അവരും ദുബായിൽ നിന്ന് ഞങ്ങൾ വന്ന അതേ ഫ്ലൈറ്റിൽ ട്രാവൽ ചെയ്ത് വന്നവരായിരുന്നു. സിം കാർഡ് എടുത്തു കഴിഞ്ഞ് ഞങ്ങൾ പുറത്തേക്ക് വരുന്ന സമയത്ത് ഒരുപാട് ടാക്സി ഡ്രൈവേഴ്സ് ഞങ്ങൾ അപ്രോച്ച് ചെയ്തിരുന്നു. പക്ഷേ ഞങ്ങൾ ഓൾറെഡി പ്ലാൻ ചെയ്തിരുന്നു യാൻഡെക്സ് ഗോയിൽ നിന്ന് തന്നെ ഓൺലൈൻ ഒരു ടാക്സി ബുക്ക് ചെയ്ത് പോകും എന്നുള്ളത്. ഇനീഷ്യലി ഞങ്ങൾ പ്ലാൻ ചെയ്തൊരു ഗൈഡിനെ അറേഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ പ്ലാൻ ചെയ്ത് വന്നപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായത് കുറച്ചൊരു എക്സ്പെൻസീവ് ഇതാണ്. അത്രയും നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. മെയിൻ ബാരിയർ എന്ന് പറയുന്നത് ലാംഗ്വേജ് തന്നെയായിരിക്കും. പക്ഷേ ഞങ്ങൾക്ക് അവിടെ കുറച്ച് ദിവസങ്ങൾ സ്പെൻഡ് ചെയ്ത് ഞങ്ങൾ 7 days അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് ഞങ്ങൾക്ക് അത്രയും ബുദ്ധിമുട്ട് തോന്നിയിരുന്നില്ല. എല്ലാവരും വളരെ ഫ്രണ്ട്ലിയാണ്. സോ അവർ നമുക്ക് എന്താ പറയുക, അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ട്രാൻസ്ലേറ്ററൊക്കെ ഉപയോഗിച്ച് സംസാരിക്കാനുള്ള ഒരു എന്താ പറയുക ഒരു സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഗൈഡിൻ്റെ ആവശ്യം വരുന്നില്ല. അപ്പോൾ റൂം ടൂറാണ് ആക്ച്വലി. ഞങ്ങളിവിടെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഇത് നോക്കി ഒരു ഹോസ്റ്റലല്ല, ഒരു ഹോസ്റ്റൽ കൈൻഡ് ഓഫ് തിങ് ആണ്. മോർ ലൈക്ക് എയർബിഎൻബി അങ്ങനത്തെ ഒരു സെറ്റപ്പാണ് ഇത് ആക്ച്വലി. അപ്പോൾ ഇത് എൻട്രൻസ് ഡോറാണ്. അതിൽ തന്നെ അവർ മിറർ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇറ്റ്സ് ലൈക്ക് കൺഫൈൻഡ് സ്പേസ് ആണ്, പക്ഷേ യു കൈൻഡ് ഓഫ് ഹാവ് എവറിത്തിങ് യു നീഡ്. കബഡ്സ്, പിന്നെ കിച്ചൺ, ഓപ്പൺ കിച്ചൺ, പിന്നെ ദെൻ യു ഹാവ് ദ ബെഡ്. ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി പുറത്ത് വന്നേക്കാണ്. ഈ വീടുന്ന പുക, ഇതിൽ കാണുന്ന പുകയൊക്കെ എൻ്റെ വായിൽ നിന്ന് വരുന്നതെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. ഒന്ന് പുക വിട്ട കുഞ്ഞ് കണ്ടാ, ഫുഡും തണുപ്പാണ്. പക്ഷേ ഇറ്റ്സ് എ ഡിഫറെൻറ്റ് തിങ്. ഇറ്റ് ഫീൽസ് ഡിഫറെൻറ്റ്. ഇറ്റ്സ് നൈസ് ബൈ ദ വേ. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് നടന്ന് അവിടെ ഒരു മാള് കാണുന്നുണ്ട്. അതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഐ മീൻ ഫുഡ് കഴിക്കാൻ മാൾ ഓപ്പൺ ആയിരിക്കും എന്നുള്ള ശുഭപ്രതീക്ഷയിൽ അങ്ങോട്ട് നടക്കുകയാണ്. എന്താ ചെയ്യാ? ഓക്കെ, ഞങ്ങൾ ഇവിടെ വന്നതാ ഈ കോലായിട്ടുണ്ട്. ഒരു രക്ഷയില്ല കേട്ടാ. ഫുഡും തണുപ്പിട്ടാ. ഫ്ലവറൊക്കെ ഉണ്ട്, ഫ്ലവർ ഷോപ്പൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. അയ്യോ, അതുവഴിയായിരുന്നു പിന്നെ നടക്കേണ്ട. എന്തോ എവിടെയോ ഒരു തകരാറ്. തൽക്കാലം ഇതുവഴി ഇങ്ങനെ നടന്നോ. ഫ്ലവർ ഷോപ്പുണ്ട്, ഫ്ലവർ ഒന്നും കാണുന്നില്ല. പിന്നെ ആംബുലൻസ്, ബസ്. പക്ഷെ ബസ് ഇതുമായിട്ട് കണക്റ്റഡ് ആണല്ലോടാ. മുകളിൽ നോക്കിയ നീ, അത് ആയിരിക്കും. എനിവേ ദാറ്റ്സ് നൈസ്, ഗുഡ് ടു നോ. എന്നിട്ട് ഞങ്ങളിങ്ങനെ പതുക്കെ വീടാതെ പതുക്കെ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് എക്സ്ട്രീംലി കോൾഡ്, ട്രസ്റ്റ് മീ. വരുന്നുണ്ടെങ്കിൽ നന്നായിട്ട്
തെർമൽ വെയർസ് ഒക്കെ. ആ ഇതാണ് അല്ലേ, നോക്ക് മാമി. ഐ തിങ്ക് ഇറ്റ്സ് യാൻഡെക്സ് അല്ലേ അതെ ഒരു ഫുഡ് ആയിരിക്കും. ഇതാടി അത്തക്കൻ മാളെത്തി. ഇതാ ഇടത് ഭാഗത്ത് മാളോയി. അങ്ങോട്ട് നിന്നോ. എത്ര മണിക്ക് അടയ്ക്കാന്നറിയോ? ബ്രദർ ബ്രദർ മാൾ ക്ലോസ് ടൈം 10. I didn't know. You don't know? Okay. All right. കസാഖ്സ്ഥാനിൽ പ്രൈമറിലി ആയിട്ട് യൂസ് ചെയ്യുന്ന 2 ലാംഗ്വേജ്, ഒന്ന് കസാഖ്, 2 റഷ്യൻ. ലാംഗ്വേജ് ബാരിയർ ഒരു പ്രശ്നം തന്നെ ആയിരിക്കും, പക്ഷേ നമുക്ക് ഗൂഗിൾ ട്രാൻസ്ലേറ്റ് പോലെയുള്ള ഓൺലൈൻ ആപ്ലിക്കേഷൻസ്, പല ഓൺലൈൻ ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്ത് അവരോട് സംസാരിക്കാവുന്നതാണ്. ഞങ്ങൾ മെയിനായിട്ട് ഡിപ്പെൻഡ് ചെയ്തിരുന്നത് ഗൂഗിൾ മാപ്സ്, ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ആണ് ഈ ഹോൾ ട്രിപ്പിൽ. അത് തന്നെയാണ് ഗൈഡ് വേണ്ട അല്ലെങ്കിൽ ഗൈഡ് ഇല്ലാതെ തന്നെ നമുക്കവിടെ ട്രാവൽ ചെയ്യാം എന്ന് ഞാൻ പറയാനുള്ള മെയിൻ കാര്യം. ഞങ്ങൾ ഈ സ്ട്രീറ്റിലൂടെ നടന്നു, 2 സൈഡും ഫുള്ള് ഐസൊക്കെ ആയി, എല്ലാവരും ലെയർഡപ്പാണ്. അത് പറഞ്ഞപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത്, നിങ്ങൾ ട്രാവൽ ചെയ്യാണ്, ഈ ഒരു സ്പെസിഫിക് ടൈമിലാണ് ട്രാവൽ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങൾ ലെയറപ്പ് ചെയ്യാം. ഓഫ് കോഴ്സ് വാംത്ത് ഉള്ള ക്ലോത്ത്സ് ക്യാരി ചെയ്യുക. ഞങ്ങൾ വിസയറിലായിരുന്നു, സോ വെയിറ്റ് ലിമിറ്റേഷൻ വാസ് പാർട്ട് ഓഫ് ഇറ്റ്. അപ്പോൾ ഞങ്ങൾ കുറച്ച് ഔട്ട്ഫിറ്റ്സ് ഞങ്ങൾ അവിടെ പോയിട്ട് തന്നെയാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ നിങ്ങൾക്ക് കുറച്ച് തിക്നെസ് ഉള്ള വുളൻ ക്ലോത്ത്സ് ഒക്കെ ക്യാരി ചെയ്യുക ആൻഡ് ലെയർ ചെയ്യുക. 3-4 ഔട്ട്ഫിറ്റ് ഒരേ സമയം ഇട്ടാലും തെറ്റില്ല, നല്ല തണുപ്പാണ്. മേക്ക് ഷുവർ നിങ്ങളുടെ ബൂട്ട്സ് ഇറ്റ് ഈസ് റിയലി റിയലി ഗുഡ്, വെരി ഇമ്പോർട്ടൻറ്റ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞങ്ങൾക്ക് അവിടെ ചെന്നപ്പോൾ അത് മനസ്സിലായി. നമ്മുടെ കാല് പെട്ടെന്ന് മരവിക്കുന്നത് പോലെ ഫീൽ ചെയ്യും. അല്ലെങ്കിൽ നന്നായിട്ട് ലെയറപ്പ് ചെയ്യുക, നല്ല ഇൻവെസ്റ്റ് ഓൺ എ ഗുഡ് ബൂട്ട്. പിന്നെ ഗ്ലൗസും എല്ലാ ഭാഗങ്ങളും കവർ ചെയ്ത് നടന്നാൽ നമുക്ക് കുറച്ചും കൂടി കൺവീനിയൻ്റ് ആയിട്ട് കംഫർട്ടബിളായിട്ട് ഈ സ്ട്രീറ്റ്സിലൂടെ നടന്ന് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഞങ്ങൾ ഈ ഫുഡ് ഹണ്ടിങ്ങിന് ഇറങ്ങിയപ്പോൾ തന്നെ ഓൾറെഡി 9:45-10 മണി സമയമായിട്ടുണ്ട്. രാത്രി ആയതുകൊണ്ടായിരിക്കണം സ്ട്രീറ്റ്സിൽ നിന്നും ഒരുപാട് പേരെ നമുക്ക് കാണാൻ ഇല്ല. ഇരുവശങ്ങളിലും മഞ്ഞ് മൂടിക്കിടക്കുന്ന വഴികൾ, ഇല കൊഴിഞ്ഞ മരങ്ങൾ, പിന്നെ കുഞ്ഞു കുഞ്ഞു ഷോപ്സ് ഉണ്ട്, മാളിൻ്റെ ഭാഗമായിട്ടുള്ള ഷോപ്പുകളുണ്ട്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കാഴ്ചയാണ്. നമുക്ക് അതുവഴി നടക്കുമ്പോൾ ഒരു എന്തെന്നില്ലാത്തൊരു സന്തോഷമാണ് ഫീൽ ചെയ്യുന്നത്. അത് ഇതാണടാ ഡോണറ്റ്സ്. അത് 2 ദിവസം കൊണ്ട് സെറ്റ് ആവുമായിരിക്കും അല്ലേ? സ്ട്രീറ്റിൻ്റെ ഇടത് ഭാഗത്തായിട്ട് പല പല ഫുഡ് ഓപ്ഷൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഞങ്ങൾക്ക് മെയിൻ കൺഫ്യൂഷൻ എന്ത് കഴിക്കണം എന്നുള്ളതായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറച്ച് മുന്നോട്ട് നടന്ന് ഇടത് ഭാഗത്ത് തന്നെ ഒരു നല്ലൊരു ഏഷ്യൻ ഫുഡ് റെസ്റ്റോറൻറ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ നിന്ന് തന്നെ കഴിക്കാൻ തീരുമാനിച്ചു. സോ ഞങ്ങൾ കയറിയ തങ് റാമൻ ബാറാണ്. ബേസിക്കലി കൊറിയൻ ഫുഡൊക്കെയാണ് ഉള്ളത്. സോ യു ക്യാൻ സീ ഹിയർ. ഞങ്ങൾ എന്ത് എടുക്കണം എന്നുള്ള സ്റ്റിൽ കൺഫേം ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെ 1 eternity ലേറ്റ് ഞങ്ങളുടെ ഫുഡ് വന്നു. അവരുടെ പ്രശ്നമല്ല, ഞങ്ങളുടെ പ്രശ്നം തന്നെയാണ്. ഒരു ഫുഡ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എല്ലാ പ്രാവശ്യം ചെയ്യുന്നത് പോലെ കുറേ നേരം പിടിച്ചു. അങ്ങനെ ഞങ്ങൾ ചൂസ് ചെയ്ത 2 നല്ല ഡിഷസും ഡ്രിങ്ക്സുമാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഒരു മോക്ടെയിലും ഒരു ടീയുമാണ് ഞങ്ങൾ ചൂസ് ചെയ്തത്. ആൻഡ് റാമൻ ബൗൾ പ്ലസ് റൈസ് വിത്ത് ചിക്കൻ, ഇതൊക്കെയാണ് ഞങ്ങൾ ചൂസ് ചെയ്തത്. ആൻഡ് ഇറ്റ് വാസ് റിയലി റിയലി യമ്മി. ഞങ്ങൾ എന്താ പറയുക, ഞങ്ങളുടെ ഫുൾ ഡേയിലെ ഫസ്റ്റ് മീൽ എന്ന് പറയാം, പ്രോപ്പർ മീലായിരുന്നു.
അത് കാരണമാണോ എന്നറിയില്ല, ഞങ്ങൾ കുറച്ച് ഓവർ ഫുഡ് എടുത്തിട്ടുണ്ടായിരുന്നു. ഒരു ബാവ് ബണ്ണും എടുത്തിട്ടുണ്ടായിരുന്നു. അത് ഞങ്ങൾ സോ ഞങ്ങൾ ഇന്ന് ടങ് റാമൻ ബാർ, ഞാൻ കസാക്ക് അൽമാട്ടി ഏരിയ റിസർച്ച് ചെയ്തപ്പോൾ എനിക്ക് ഇവിടെ ഒന്ന് ട്രൈ ചെയ്യണമെന്നുണ്ടായിരുന്നു. ലുക്ക് ഗുഡ് ഇൻ ഫോട്ടോസ്, സോ ഒരു ക്യൂരിയോസിറ്റി ആൻഡ് യാ ഇറ്റ് വാസ് റിയലി ഗുഡ്. പിന്നെ നമുക്ക് നോർമലി പാപ്പ ജോൺസ് ഉണ്ട്, പൊപ്പേസ് ഉണ്ട്, പിന്നെ ഇവിടുത്തെ തന്നെ ഉണ്ട് ചുച്ച ബേക്കറി ആൻഡ് ടീ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് സ്പേസസ് ഉണ്ട്. ആൻഡ് യപ്പ് ഇത് കറക്റ്റ് പറയുകയാണെങ്കിൽ ഇവിടെ ഒരു മാളുണ്ട്, അറ്റിക്കൻറ്റ് മാൾ എന്ന് പറഞ്ഞിട്ട്. ആ മാളിൻ്റെ അടുത്താണ് ഞങ്ങൾ റൂം എടുത്തിട്ടുള്ളതും ആ മാളിൻ്റെ അടുത്ത് തന്നെയാണ് ഇപ്പോൾ ഇതുള്ളതും. ഇപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിച്ച സ്ഥലമാണ്. എൻ്റെ സന്തോഷാചാരി എൻ്റെ പാർട്ട്ണർ ഇൻ ക്രൈം ഇതാ വരുന്നുണ്ട്. പിന്നെ മീ എന്താ തണുപ്പ്. സോ ഇതൊക്കെയാണ് ഇവിടുത്തെ സ്ട്രീറ്റ് വിശേഷങ്ങൾ. ഐസ് എന്താ പറയുക, സ്നോ വീണ് കിടക്കാണ്. യു ക്യാൻ സീ ദാറ്റ്. എവിടെ നീ? വേർ ആർ യു? സോ ഞങ്ങൾ തിരിച്ച് എന്താണ് അവിടത്തേക്ക് നടക്കുകയാണ്. നിനക്കല്ലേ ക്രോസ് ചെയ്യണം എന്ന് പറഞ്ഞത്? അവിടെയാണ് ഉള്ളത്, അവിടെ ഉള്ളൂ സിഗ്നൽ. നാളെ അറിഞ്ഞാ പോരെ. ഞാന് ഒരു തെർമൽ ഔട്ട്ഫിറ്റ് ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് തെർമൽ ഔട്ട്ഫിറ്റ് ഉള്ള ഭാഗങ്ങൾ എനിക്ക് തണുക്കുന്നില്ല. ബട്ട് ദെൻ കൈ ഒക്കെ നല്ല തണുത്ത് ഫ്രീസിങ് as you can see. മിക്കവാറും ഇവിടുന്ന് വീടെത്തുമ്പോഴത്തേക്കും ജസ്റ്റ് ലൈക്ക് 5 minutes away. ഇപ്പോൾ കഴിച്ച ഫുഡൊക്കെ ദഹിക്കുന്നതായിരിക്കും മിക്കവാറും. അങ്ങനെ ഇന്നത്തെ പരിപാടികൾ നിർത്തി ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി. ഇനി നാളെ നമ്മൾ ഷെയർ ചെയ്യുന്നത് ഈ കരകായിനെ കുറിച്ചാണ്. ഇറ്റ്സ് എ വെരി ബ്യൂട്ടിഫുൾ പ്ലേസ് ആൻഡ് ഞങ്ങൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും. സോ ലെറ്റ്സ് മീറ്റ് ഇൻ സെക്കൻഡ് എപ്പിസോഡ്.